നമ്മുടെ സൂര്യ ടിവിയിൽ NS கிட்ட எதுவும் பிரஸ்லாம் மீட் பண்ணாம இருந்ததுக்கு ஏதாவது ஸ்பெசிஃபிக் காரணம் இருக்கா? ஒரு இன்சிடென்ட் ஒன்று நடந்தது ஒரு 10-11 இயர்ஸ்க்கு முன்னாடி. கேரளா ஃபேன்ஸுக்கு நீங்கள் ஏதாவது சொல்லணும் அப்படின்ற மாதிரி ஏதாவது ஒன்று இருக்கா? அட்வைஸ் பண்ணுற அளவுக்கு நான் அவ்வளோ பெரிய ஆள்லாம் இல்லை அப்படின்னு சொல்லி நான் எஸ்கேப் ஆக விரும்பல. எனக்கு വിജയ്ക്കൊപ്പം നേർക്കുനേർ ഒരു ദശാബ്ദത്തിന് ശേഷം ദളപതി വിജയ് ടെലിവിഷൻ പ്രേക്ഷകർക്ക് മുൻപിലെത്തുന്നു. സംവിധായകൻ നെൽസന്റെ ചോദ്യങ്ങൾക്ക് മറുപടിയുമായി ഞായറാഴ്ച രാത്രി 9 മണിക്ക്. ഇങ്ങനെ ജീവിക്കുന്നതിലും ഭേദം മരിക്കുന്നതാ. രാഹുലിനെ സ്വന്താക്കുന്നതാ എന്റെ സ്വപ്നം. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും. നിനക്ക് ജയിലിൽ പോകേണ്ടി വരും. കീർത്തിയെ കൊന്നത് നീയാണെന്നറിഞ്ഞ രാഹുൽ നിന്നെ വിവാഹം കഴിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അതറിയില്ലല്ലോ. ഒരു തെളിവ് അവശേഷിപ്പിക്കാതെയല്ലേ ഞാൻ കീർത്തിയെ ഇല്ലാതാക്കാൻ പോകുന്നേ. അത് ഞാൻ ചെയ്തിരിക്കും, ഉറപ്പ്. അപ്പോ ഒക്കെ പ്ലാൻ ചെയ്തു കഴിഞ്ഞു? ഒക്കെ പ്ലാൻ ചെയ്തു കഴിഞ്ഞു. സിറ്റിയിൽ നിന്നും മാറി ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് ഞാനൊരു വലിയ ബിൽഡിംഗ് കണ്ടുവച്ചിട്ടുണ്ട്. എൻ്റെ സ്റ്റാർട്ടപ്പ് കമ്പനിക്ക് അതിൽ പുതിയൊരു ഓഫീസ് തുടങ്ങണമെന്ന് ഞാൻ കീർത്തിയോട് പറയും. ബിൽഡിംഗ് ഓണറുമായി സംസാരിക്കാൻ കീർത്തി കൂടെ വരണമെന്നും ഞാൻ പറയും. കീർത്തി കൂടെ വരും. ബിൽഡിങ്ങിലേക്ക് കീർത്തിയെയും കൂട്ടി ഞാൻ പോകും. മുകൾ നിലയിൽ ആരും വരാത്ത, ശ്രദ്ധിക്കപ്പെടാത്തൊരു ഏരിയ ഉണ്ട്. ഞാൻ അവളെ അവിടെ കെട്ടിയിടും. ഒന്നും അറിയാത്ത ഭാവത്തിൽ ഞാൻ വീട്ടിലേക്ക് തിരിച്ചു വരും. ഭക്ഷണവും വെള്ളവും കിട്ടാതെ 1-2 ദിവസം അവൾ അവിടെ കിടന്ന് നരകിക്കും. അവൾക്കായി അന്വേഷണം നടക്കുമെങ്കിലും അവളെ ആർക്കും കണ്ടെത്താൻ കഴിയില്ല. അവളെ ഒറ്റയടിക്ക് കൊല്ലില്ല. ഇഞ്ചിഞ്ചായി കൊല്ലാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. സിറ്റിയിലെ കൊടും ക്രിമിനലായ നാൻസി ആന്റണിയെ കുറിച്ച് കേട്ടു കാണുമല്ലോ. ഞാൻ നാൻസിയെ കണ്ട് സംസാരിച്ചിരുന്നു. വലിയൊരു തുക ഞാൻ അവൾക്ക് ഓഫർ ചെയ്തിട്ടുണ്ട്. 2 ദിവസം കഴിഞ്ഞ് നാൻസി കീർത്തിയുടെ അടുത്തേക്ക് പോകും. വിഷം കുത്തിവെച്ച് നാൻസി കീർത്തിയെ ഇല്ലാതാക്കും. മാളു, കീർത്തിയുടെ വയറ്റിലൊരു കുഞ്ഞ് വളരുന്നുണ്ട്. ആ കുഞ്ഞിനെ ഓർത്തെങ്കിലും. നിനക്കെന്താടി അവളോട് ഇത്ര സിമ്പതി? ഇനി നീ അവൾക്ക് വേണ്ടി സംസാരിക്കരുത്. ഇക്കാര്യം പുറത്താരോടെങ്കിലും നീ പറഞ്ഞോ? നീ എന്റെ സുഹൃത്താണ്. നിന്നെ ജയിലിൽ പറഞ്ഞയക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇത് ആരോടും പറയില്ല. നീ ഇതിന് പിന്മാറണം മാളു. എടുത്തു ചാടി അവിവേകം കാണിക്കാതെ. അവളെ ഇല്ലാതാക്കിയോണ്ട് നിനക്ക് രാഹുലിനെ സ്വന്തമാക്കാൻ കഴിയണമെന്നില്ല. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഞാൻ കീർത്തിയെ ഇല്ലാതാക്കിയിരിക്കും. രാഹുലിനെ സ്വന്തമാക്കിയിരിക്കും. കൂടെ നിൽക്കണമെന്നും സഹായിക്കണമെന്നും പറയാനാണ് നിന്നെ കാണണമെന്ന് പറഞ്ഞത്. നിന്റെ സഹായം കിട്ടില്ലെന്ന് ഉറപ്പായി. വേണ്ട, ഇനി നിന്റെ സഹായം വേണ്ട. ഒക്കെ ഞാൻ ചെയ്തോളാം. എന്തു വന്നാലും ഞാൻ തീരുമാനിച്ചതേ നടക്കൂ. നടത്തിയിരിക്കും. എന്താ വല്ലാതിരിക്കുന്ന ഒരു മൂഡ് ഓഫ്? ഇന്നലെ രാത്രിയൊക്കെ വലിയ സന്തോഷത്തിലായിരുന്നല്ലോ. ഇന്നെന്ത് പറ്റി? രാഹുൽ ഇവിടെ ഇല്ലല്ലോ അല്ലേ? ഇല്ല, പുറത്തു പോയിരിക്കുക. ഛേ, എന്തു പറ്റി? ഞാൻ വലിയൊരു പ്രശ്നത്തിൽ പെട്ടിരിക്കുക കീർത്തി. എൻ്റെ സ്റ്റാർട്ടപ്പ് കമ്പനിയുടെ ഓഫീസ് പെട്ടെന്ന് ഒഴിയണം. അത് ഞങ്ങൾക്ക് തന്നവരും ബിൽഡിംഗ് ഓണേഴ്സും തമ്മിൽ എന്തോ തർക്കമുണ്ട്. കേസ് കോടതിയിലായിരുന്നു.
ഇതൊന്നും അറിയാതെയാ ഞാനത് വാടകയ്ക്ക് എടുത്തത്. ഇപ്പൊ കേസിന്റെ വിധി വന്നു. ഞങ്ങൾക്ക് വാടകയ്ക്ക് തന്നവർ അതിന്റെ ഓണർക്ക് ആ മുറി വിട്ടു നൽകണം. അതിനായി ഞങ്ങൾ അവിടെ നിന്ന് ഒഴിയണം. സെറ്റിന് വേറെ മുറി നോക്കരുതോ? അന്വേഷിച്ചിരുന്നു, പക്ഷേ യോജിച്ച മുറി കിട്ടിയില്ല. ഇപ്പൊ സിറ്റിയിൽ നിന്ന് അല്പം മാറി ഒരു ബിൽഡിങ്ങിൽ മുറി കണ്ടുവച്ചിട്ടുണ്ട്. മുകൾ നിലയിലാണ്, എങ്കിലും കുഴപ്പമില്ല. ബിൽഡിംഗ് ഓണറെ ഞാൻ ഫോണിൽ വിളിച്ചിരുന്നു. നേരിട്ട് സംസാരിക്കാനാ പറഞ്ഞത്. ഡെപ്പോസിറ്റും വാടകയൊക്കെ കൂടുതലാ പറയുന്നത്. നേരിൽ കണ്ട് സംസാരിച്ചാൽ കുറയുമായിരിക്കും. എന്തോ തനിയെ പോയി കാണാൻ ഒരു മടി. രാഹുൽ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. പെട്ടെന്ന് തന്നെ പോയി കാണും വേണം. രാഹുൽ വരാൻ വൈകുമായിരിക്കും അല്ലേ? സാധ്യതയുണ്ട്. കീർത്തി എന്റെ കൂടെ അവിടെ വരെ ഒന്ന് വരുമോ? കീർത്തി കൂടെ ഉണ്ടായാലും മതി. ഓ, അതിനെന്താ, ഞാൻ കൂടെ വരാം. ഓണറുമായി സംസാരിക്കാം. വാടകയും ഡെപ്പോസിറ്റും അദ്ദേഹത്തിനോട് ഉറപ്പിച്ചേ നമ്മൾ ഇങ്ങോട്ട് വരൂ. മുത്തശ്ശനും അമ്മയെ അറിയണ്ട. അറിഞ്ഞ എന്നെ പുറത്തേക്ക് വിടില്ല. വന്നതിന് ശേഷം പറയാം. ശരി. ഒരു 5 മിനിറ്റ്, ഞാൻ പെട്ടെന്ന് റെഡിയാവാം.